ഓക്കെ, അപ്പം നമുക്ക് മ്യൂക്കോപോളിസാക്കറിഡോസിസ്. മ്യൂക്കോപോളിസാക്കറിഡോസിസ്. മ്യൂക്കോപോളിസാക്കറിഡോസിസിൽ ഇപ്പം അതിൻ്റെ ഷോർട്ട് എന്താണ്? MPS. അപ്പോൾ MPS മ്യൂക്കോപോളിസാക്കറിഡോസിസ്. അപ്പോൾ MPS 1, 2 അങ്ങനെയാണ് പോണത്, MPS 3 എന്നൊക്കെ. അപ്പോൾ അതിൽ ആദ്യത്തെ ഡിസീസ് എന്ന് പറയുന്നത് നമുക്ക് MPS 1 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? ഹർലർ ഡിസീസ്. ഡിസീസിൻ്റെ എല്ലാം പേര് പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹർലർ ഡിസീസ്. ഹർലർ ഡിസീസ് ഇസ് എൻ ഓട്ടോസോമൽ റെസസീവ് ഡിസീസ്. എന്താണ് ഓട്ടോസോമൽ റെസസീവ് എന്ന് പറഞ്ഞാൽ? ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി നമുക്കറിയാം ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ എന്ന് പറയുമ്പം അതിനകത്ത് 2 കോപ്പീസ് ഓഫ് അബ്നോർമൽ ജീൻ ഉണ്ടായിരിക്കും. അപ്പം സാധാരണ ഇപ്പം ഡോമിനൻ്റ് ഏതെങ്കിലും ഒരു ജീൻ ആയിരിക്കും ഡോമിനൻ്റ് ആയിട്ട് കാണുന്നത്. രണ്ടും ഡിഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഓട്ടോസോമൽ റെസസീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻസൈം ഡിഫക്റ്റ്, ഹർലർ ഡിസീസിൻ്റെ എൻസൈം, ഏത് എൻസൈമാണ് ഡിഫക്റ്റ് ഉള്ളത്? അപ്പം ശരിക്കും ഒരു മ്യൂക്കോപോളിസാക്കറിഡോസിസ് ഏതെങ്കിലും ഒരു ഡെഫിഷ്യൻസി പഠിക്കുമ്പം അതിൻ്റെ ഏതാണ് ആ ഡിസീസിൻ്റെ പേര്, അത് എത്രാമത്തെ ടൈപ്പ് പോളിസാക്കറിഡോസിസ് ആണ്, ഏതാണ് അതിൻ്റെ എൻസൈം ഡിഫക്റ്റ്. അപ്പോൾ ഹർലർ ഡിസീസ് ആണെങ്കിൽ അതിൻ്റെ എൻസൈം ഡിഫക്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ L-ഹൈഡ്രോണിഡേസ്, IDURONIDAC, ഹൈഡ്രോണിഡേസ് ആണ്. ഇനി എന്താണ് അതിൻ്റെ യൂറിനറിയിൽ കൂടി കടന്നു വന്നത്? യൂറിനറി മെറ്റബോളൈറ്റ് ഏതാണെന്ന്. യൂറിനറി മെറ്റബോളൈറ്റ്. അപ്പോൾ ഏതാണ് അതിൻ്റെ യൂറിനറി മെറ്റബോളൈറ്റ്? ഡെർമറ്റാൻ സൾഫേറ്റും, ഡെർമറ്റാൻ സൾഫേറ്റ് ആൻഡ് ഹെപ്പാരൻ സൾഫേറ്റ്. അപ്പം നിങ്ങൾ വാരിക്കോരി ഒന്നും പഠിക്കേണ്ട. ഒന്നാമത്തെ മ്യൂക്കോപോളിസാക്കറിഡോസിസ് MPS 1 എന്ന് പറയുന്ന ഹർലർ ഡിസീസ് ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. എൻസൈം ഡിഫക്റ്റ് ഏതാണ്? L-ഹൈഡ്രോണിഡേസ്. ദെൻ അതിൻ്റെ യൂറിനറി മെറ്റബോളൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഡെർമറ്റാൻ സൾഫേറ്റും ഹെപ്പാരൻ സൾഫേറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് MPS 2 ആണ്. MPS 2 എന്ന് പറയുമ്പം ഏത് ഡിസീസാണ്? ഷീ ഡിസീസാണ്. CHEIE, ഷീ ഡിസീസ്. അപ്പോൾ ഇതുപോലെ തന്നെ എന്താണ്? ഓട്ടോസോമൽ റെസസീവ്, AR എന്ന് വേണമെങ്കിൽ നമുക്ക് ഷോർട്ടായിട്ട് എഴുതാം. ഓട്ടോസോമൽ റെസസീവ് കണ്ടീഷനാണ്. 2 ജീനും ഡിഫക്റ്റീവ് ആണ്. ഓട്ടോസോമൽ റെസസീവ്. ദെൻ അതിൻ്റെ എൻസൈം ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? എൻസൈം ഡിഫക്റ്റ് എന്ന് പറയുന്നത് L-ഹൈഡ്രോഡേസ് തന്നെയാണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ യൂറിനറി മെറ്റബോളൈറ്റിൽ ഒരെണ്ണം മാത്രമേ വരുള്ളൂ. ഏതാണ്? യൂറിനറി മെറ്റബോളൈറ്റിൽ വരുന്നത് ഡെർമറ്റാൻ സൾഫേറ്റ് ആണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഏതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ മ്യൂക്കോപോളിസാക്കറൈഡ്സ്. ഡെർമറ്റാൻ സൾഫേറ്റ് ആണ് അതിൻ്റെ യൂറിനറി മെറ്റബോളൈറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് MPS 1 ആണിത്. ഇത് രണ്ടും ഒരു ഗ്രൂപ്പിൽ തന്നെ വരുന്നവരാണ്. MPS 1H-ഉം MPS 1S-ഉം. MPS 1-ൽ വരുന്ന H മീൻസ് ഹർലർ ഡിസീസ്. S എന്താണ്? MPS 1S ഷീ ഡിസീസ്. അപ്പോൾ മനസ്സിലായല്ലോ. MPS 1H മീൻസ് ഹർലർ ഡിസീസ്, ഓട്ടോസോമൽ റെസസീവ്, L-ഹൈഡ്രോഡേസ്, എൻസൈം ഡിഫക്റ്റ്, യൂറിനറി മെറ്റബോളൈറ്റ്, ഡെർമറ്റാൻ സൾഫേറ്റും ഹെപ്പാരൻ സൾഫേറ്റും. MPS 1S മീൻസ് ഷീ ഡിസീസ്, എൻസൈം ഡിഫക്റ്റ് L-ഹൈഡ്രോഡേസ് തന്നെയാണ്, യൂറിനറി മെറ്റബോളൈറ്റ്, ഡെർമറ്റാൻ സൾഫേറ്റ്. ഇനി നമ്മൾ പറയാൻ പോണത് നിങ്ങൾ എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. MPS 2 എന്ന് പറയുന്നത് MPS 1-ന്റെ 2 ക്ലാസിഫിക്കേഷൻ ആണ്. അത് MPS 2 എന്ന് പറയുന്ന ഹണ്ടർ ഡിസീസ് ആണ്. പേരുകളിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ, തെറ്റിക്കരുത്. ഹണ്ടർ ഡിസീസ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞതെല്ലാം എന്തായിരുന്നു? ഓട്ടോസോമൽ റെസസീവ് ഡിസീസ് ആയിരുന്നു. ദെൻ അടുത്തത് നേരത്തെ പറഞ്ഞതെല്ലാം എന്തായിരുന്നു? ഓട്ടോസോമൽ റെസസീവ് ആയിരുന്നു. എല്ലാത്തിൻ്റെ കോമൺ എൻസൈം ഡിഫക്റ്റ് ആയിരുന്നു. അടുത്തത് എന്തായിരുന്നു? ഈ MPS 2 ഗ്രൂപ്പിലേക്ക് നമ്മൾ പോവാണ്. 2 ഗ്രൂപ്പിൽ പറയുമ്പോഴത്തേക്കും ഇപ്പം MPS 2-ൽ ഹണ്ടർ ഡിസീസ്, ഓട്ടോസോമൽ റെസസീവ് അല്ല ഇവിടെ വരുന്നത്. ഇതെന്താണ്? X ലിങ്ക്ഡ് ആണ്.
X-linked. X-linked. X-linked ആകുമ്പോൾ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ജനറ്റിക് ഡിസോർഡേഴ്സ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എക്സ് ക്രോമസോംസിലായിരിക്കും. എക്സ് ക്രോമസോംസിലാണ് ഇതിൻ്റെ ഡിഫക്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ലൊക്കേറ്റഡ് ഓൺ എക്സ് ക്രോമസോം. എൻസൈം ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഏത് എൻസൈമാണ്? ഹൈഡ്രോണേറ്റ് സൾഫട്ടേസ് ആണ് എൻസൈം ഡിഫക്റ്റ്. ഹൈഡ്രോണേറ്റ് സൾഫറ്റേസ്. ഹൈഡ്രോണേറ്റ് സൾഫറ്റേസ്. അത് യൂണറി മെറ്റബോളൈറ്റ് ഏതാണ്? ഡെർമറ്റാൻ സൾഫേറ്റും ഡെർമറ്റാൻ സൾഫേറ്റും ആൻഡ് ഹെപ്പാരൻ സൾഫേറ്റും. അപ്പോൾ MPS2 എന്ന് പറയുന്നത് 100 ഡിസീസ് ആണ്. എക്സ് ലിങ്ക്ഡ് ആണ്. എക്സ് ക്രോമസോംസ് ആണ് ഇതിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എൻസൈം ഡിഫക്റ്റ് ഹൈഡ്രോണേറ്റ് സൾഫട്ടൈസ് ആണ്. അതിൻ്റെ രണ്ട് യൂണറി മെറ്റബോളൈറ്റ് ആണ്. ഏതൊക്കെയാണ്? ഡെർമറ്റാൻ സൾഫേറ്റും ഹെപ്പാരൻ സൾഫേറ്റും. മൈനർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത് വെച്ചാൽ ഏതൊക്കെയാണ് ഡിസീസ്? ഹർലർ, ഷീ, ഹണ്ടർ. അപ്പോൾ അതിൽ ഏതാണ് അതിൻ്റെ എൻസൈം ഡിഫക്റ്റ് ഏതാണ് അത് നോക്കി പഠിക്കാം. ദെൻ ഏതാണ് അതിൻ്റെ ജനറ്റിക് അബ്നോർമാലിറ്റി വരുന്നത് ഏതാണ്? ഇപ്പം ഓട്ടോസോമൽ റെസസീവ് ആണോ? ഏതാണ് അതിൻ്റെ ഇൻഹെറിറ്റൻസ്? എക്സ് ലിങ്ക്ഡ് ആണോ? അപ്പോൾ കൂടുതലും ഓട്ടോസോമൽ റെസസീവ് ആയിരിക്കും നമ്മൾ പഠിച്ചിരിക്കുന്നത്. എക്സെപ്ഷൻ വരുന്നത് 1-2 എണ്ണത്തിലായിരിക്കും എക്സ് ലിങ്ക്ഡ് വരുന്നത്. എക്സ് ക്രോമസോംസിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ബാക്കിയെല്ലാം ഓൾറെഡി സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ ഏതാണോ അപ്പം നമുക്ക് എന്താണോ എപ്പോഴും ഒരു റെയർ കേസായിട്ട് വരുന്നത് അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡിസീസും പഠിച്ചു വെച്ചേക്കാം. ഇപ്പം 100 ഡിസീസാണ് അതിൽ എക്സ് ലിങ്ക്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനൊന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? MPS2 ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ അടുത്ത MPS3 ആണ്. MPS3 വരുന്ന ഡിസീസ് എന്ന് പറയുന്നത് MPS3 ഡിസീസ് എന്ന് പറയുന്നത് MPS3 തന്നെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. MPS3A ഉണ്ട്. MPS3A സാൻ ഫിലിപ്പോ എ ഡിസീസ് ആണ് പേര്. സാൻ ഫിലിപ്പോ എ ഡിസീസ് എന്ന് പറയും. സാൻ ഫിലിപ്പോ എ ഡിസീസ്. അപ്പോൾ അത് ഓട്ടോസോമൽ റെസസീവ് തന്നെയാണ്. അതിൻ്റെ എൻസൈം ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഹെപ്പാരൻ സൾഫേറ്റ് എൻ സൾഫറ്റേസ് ആണ് എൻസൈം ഡിഫക്റ്റീവ് എൻസൈം എന്ന് പറയുന്നത്. ഹെപ്പാരൻ സൾഫേറ്റ് എൻ സൾഫറ്റേസ്. യൂണറി മെറ്റബോളൈറ്റ് എന്ന് പറയുന്നത് ഹെപ്പാരൻ സൾഫേറ്റ് ആണ്. ഹെപ്പാരൻ സൾഫേറ്റ്. അപ്പം നമ്മൾ ഫസ്റ്റ് പഠിച്ച ഏതാണ്? ഹർലർ ഡിസീസ്, ദെൻ ഷീ ഡിസീസ്, ദെൻ ഹണ്ടർ ഡിസീസ്. നെക്സ്റ്റ് MPS3A വരുന്നത് സാൻ ഫിലിപ്പോ എ ഡിസീസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് MPS എന്താണ് ഞാൻ പറഞ്ഞല്ലോ? മ്യൂക്കോപോളിസാക്രിഡോസിസ്. അപ്പം MPS3A ഉണ്ട്, MPS3B ഉണ്ട്, MPS3C ഉണ്ട്. അപ്പം തന്നെ എന്തായിരിക്കും ഇതിൽ ഡിസീസിൻ്റെ പേരെന്തായിരിക്കും? സാൻ ഫിലിപ്പോ എ ഡിസീസ് ആണെങ്കിൽ അടുത്ത് എന്തായിരിക്കും? സാൻ ഫിലിപ്പോ ബി ഡിസീസ്. സാൻ ഫിലിപ്പോ ബി ഡിസീസ്. അടുത്ത് എന്തായിരിക്കും? MPS3C എന്ന് പറയുമ്പോൾ സാൻ ഫിലിപ്പോ സി ഡിസീസ്. ഓക്കെ. ഇതെല്ലാം എന്താണ്? ഓട്ടോസോമൽ റെസസീവ് ആണ്. ഇവിടെ വ്യത്യാസമൊന്നുമില്ല. ഒരെണ്ണം മാത്രമാണ് എക്സെപ്ഷൻ. ഏതാണ്? 100 ഡിസീസ്. അത് എക്സ് ലിങ്ക്ഡ് റെസസീവ് ആണ്. അപ്പോൾ ഇതെല്ലാം ഓട്ടോസോമൽ റെസസീവ് ആണ്. 3 MPS3A, B ആൻഡ് C. സാൻ ഫിലിപ്പോ എ, സാൻ ഫിലിപ്പോ ബി ആൻഡ് സാൻ ഫിലിപ്പോ സി ഡിസീസ്. അപ്പോൾ അതിൻ്റെ മൂന്നിൻ്റെയും ഇൻഹെറിറ്റൻസ് ഓട്ടോസോമൽ റെസസീവ് ആണ്. ദെൻ അപ്പോൾ അതിൻ്റെ ഡിഫക്റ്റീവ് എൻസൈം ഓൾറെഡി നമ്മൾ MPS3A സാൻ ഫിലിപ്പോ എയുടെ പഠിച്ചു കഴിഞ്ഞു. ഹെപ്പാരൻ സൾഫേറ്റ് എ സൾഫറ്റേസ്. അപ്പോൾ സാൻ ഫിലിപ്പോ ബിയും സിയും പഠിക്കണം. സാൻ ഫിലിപ്പോ ബി എന്ന് പറയുന്നതിൻ്റെ എൻസൈം എന്ന് പറഞ്ഞാൽ എൻ അസറ്റൈൽ ഗ്ലൂക്കോസാമിനിഡേസ്. ഏതിൻ്റെയാണ് ഡിഫക്റ്റീവ് എൻസൈം? ഇത് സാൻ ഫിലിപ്പോ ബിയുടേത്. സാൻ ഫിലിപ്പോ സിയുടെ ഏതാണ്? ഗ്ലൂക്കോസാമിനൈഡ് N-acetyl
Glucosamine, N-acetyl transferase. Okay. N-Filippo